ശരി, ശ്യാമപ്രസാദ് ഉത്തമൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് പോയിന്റ് നില എന്നത് സംബന്ധിച്ച് ശ്യാം ഇങ്ങനെ ഇഞ്ചോടിഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏറ്റവും കൂടുതൽ കപ്പ് നേടിയ കോഴിക്കോട് ഒപ്പം തന്നെ കണ്ണൂർ തമ്മിലാണ് ടൈറ്റ് മത്സരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒടുവിൽ എങ്ങനെയാണ് റിസൾട്ട് എത്തി നിൽക്കുന്നത്? തൃശ്ശൂർ എവിടെയുണ്ട്? തൃശ്ശൂരുകാരൊക്കെ ഒരുപോലെ കപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. ഏത് പോയിന്റ് നിലയിലേക്ക് എത്തിയിരിക്കുന്നു? പിന്നെ നമുക്ക് അറിയേണ്ടത് നയൻ്റെ കാസർഗോഡ് അല്ലേ? കാസർഗോഡ് എവിടെയാണ്? അതായത് പോയിന്റ് നിലയിലേക്ക് വരികയാണ് എങ്കിൽ ആതിഥേയരായ തൃശ്ശൂർ നിലവിൽ ഇപ്പോൾ 3ാം സ്ഥാനത്താണ്. ആ ദിനത്തിലൊക്കെ തൃശ്ശൂർ 1ാം സ്ഥാനം നിലനിർത്തിപ്പോകുന്നതാണ്. ഇപ്പോൾ ആതിഥേയരായ തൃശ്ശൂർ 481 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്താണ്. പക്ഷേ 1ാം സ്ഥാനത്ത് ഇന്നത്തേതുപോലെ തന്നെ ആ കണ്ണൂർ തുടരുകയാണ്, അജയ്യരായി തുടരുകയാണ്. 487 പോയിന്റുമായിട്ട് കണ്ണൂർ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്ത് കോഴിക്കോട് 483 പോയിന്റുമായിട്ട് പുറകിലുണ്ട്. ഈ കാസർഗോഡ്, അതായത് കാസർഗോഡ് 10ാം സ്ഥാനത്താണ്, 439 പോയിന്റാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ 439 പോയിന്റ് അതിനാൽ തന്നെ മുന്നിലേക്ക് വരാവുന്നതേ ഉള്ളൂ. ഈ കണ്ണൂരിന് പാലക്കാടിന് ശേഷം, അതായത് പാലക്കാട് 4ാം സ്ഥാനത്തുണ്ട്, 471 പോയിന്റാണ്. അതിനുശേഷം തിരുവനന്തപുരമുണ്ട്, തിരുവനന്തപുരം 463 പോയിന്റ്. അങ്ങനെയാണ് ഈ പോയിന്റ് നിലയിലുള്ളത്. ഇന്ന് 3ാമത്തെ ദിനമാണ്. ഇന്ന് ഒരുപാട് ജനകീയ ഐറ്റങ്ങളൊക്കെ ഉണ്ട്, ചവിട്ടുനാടകം ഉൾപ്പെടെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതിലൊക്കെ ഏത് ജില്ലയായിരിക്കും കൂടുതൽ മുന്നോട്ട് വരിക എന്നതനുസരിച്ചായിരിക്കും പോയിന്റ് നിലയിൽ മാറ്റം ഉണ്ടാകുക. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഈ കലോത്സവം സമാപിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ സമയങ്ങളിലെ മത്സരങ്ങളൊക്കെയാണ് ഈ ആരായിരിക്കും കപ്പ് കൊണ്ടുപോവുക എന്നത്. അതായത് ഈ തിരഞ്ഞെടുപ്പിലൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ കലോത്സവത്തിൻ്റെ ഈ പോയിന്റ് നിലകൾ മാറി മറയാറുണ്ട്. അത് ഒരുപക്ഷെ മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം മതി. ശരി, എന്തായാലും അങ്ങനെ പോര് കനക്കുന്നുണ്ട് അല്ലെ? മത്സരം പോരാട്ടമാണ്, മത്സരം ഉത്സവമാണ്, മത്സരം ഉത്തരവാദിത്വമാണ്, കല ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കലോത്സവമാണ്. അതെ അതെ.